Today's promise is from Psalm 140 and verse 12. സങ്കീർത്തനം 140 12 നിന്നാണ് ഇന്നത്തെ വാഗ്ദത്തം എടുത്തിരിക്കുന്നത്. May God bless you this day with this blessing. ഇന്ന് ഈ അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. The scripture says, തിരുവചനം പറയുന്നു, the Lord secures justice for the poor. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, യഹോവ ദരിദ്രന്മാരുടെ ന്യായം നടത്തും. God of justice. ന്യായത്തിന്റെ ദൈവം. God is a righteous judge. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. In Isaiah 30 and verse 18, യെശയ്യാവ് 30:18 വാക്യത്തിൽ the Bible says God is a God of justice. വേദപുസ്തകം പറയുന്നു, ദൈവം ന്യായത്തിന്റെ ദൈവമാകുന്നു. And everyone who waits for him, he will do justice by blessing them. ആരെല്ലാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നുവോ, യഹോവ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് അവരുടെ ന്യായം നടത്തും. Yes, he will do justice for you in your life, in your family, in society for you. അതെ, നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലും യഹോവ ന്യായം ചെയ്യും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. God will do justice. ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം ചെയ്യും. And he will make you rejoice and bring honor to you. ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങൾക്ക് മാനവും മഹത്വവും നൽകും. All right, to whom does he do justice? ആർക്കാണ് യഹോവ ന്യായം ചെയ്യുന്നത്? Firstly, for his saints he does justice. ഒന്നാമതായി തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി യഹോവ ന്യായം നടത്തുന്നു. Psalm 37 and verse 28. സങ്കീർത്തനം 37:28 വാക്യം. The verse says, the Lord loves justice. ആ വചനം പറയുന്നു, യഹോവ ന്യായപ്രിയനാകുന്നു. The saints are preserved forever. തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. He does not forsake his saints. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. And he will cut off the children of the wicked. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. The Lord does justice or loves to do justice for the saints. ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി നീതി ചെയ്യുവാൻ അത്യധികം ഇഷ്ടപ്പെടുന്നു. Saints who do his will. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി. You are a saint of God. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധനാകുന്നു. And God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Because as a saint, you do his will and you carry him in your life. കാരണം ഒരു വിശുദ്ധൻ എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നു. ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ വഹിക്കുന്നു. How does he preserve the saints? ദൈവം എങ്ങനെയാണ് വിശുദ്ധന്മാരെ പരിപാലിക്കുന്നത്? If you read Jeremiah 17, നിങ്ങൾ ഇരമ്യാവ് 17 വായിക്കുകയാണെങ്കിൽ, God will keep his saints as a tree planted by the water. അവിടെ വചനം പറയുന്നു, യഹോവ തന്റെ വിശുദ്ധന്മാരെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആക്കും. And the saints shall be like the roots which are firmly established in the water. ദൈവത്തിന്റെ വിശുദ്ധന്മാർ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആകുമെന്ന് വചനം അവിടെ വ്യക്തമായി പറയുന്നു. And because of that, when heat comes, അക്കാരണത്താൽ ഉഷ്ണം തട്ടുമ്പോൾ his saints will never fear. ദൈവത്തിന്റെ വിശുദ്ധന്മാർ പേടിക്കയില്ല, വാടിപ്പോകയില്ല. Always their leaves, their life, their family will be green and prosperous. അവരുടെ ഇലകളും കുടുംബവും ജീവിതവും എല്ലായ്പ്പോഴും പച്ച പിടിച്ചിരിക്കും. His saints will have no worries the whole year. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് വർഷം മുഴുവൻ ഒരു വിഷമങ്ങളും ഉണ്ടാകയില്ല. Even if there is a drought, അവിടെ വരൾച്ച ഉണ്ടായാലും, even if there is financial trouble everywhere in the world, ലോകത്തിന്റെ എല്ലായിടത്തും സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും, the Lord will do justice to his saints to make sure they don't have worries. തന്റെ വിശുദ്ധന്മാർക്ക് ഒരു വിഷമവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനെ ദൈവം അവർക്ക് വേണ്ടി നീതി ചെയ്യും. According to verse 7 and 8 of Jeremiah 17, God will bless them. ഇരമ്യാവ് 17:7-8 വാക്യങ്ങൾ പ്രകാരം ദൈവം അവരെ അനുഗ്രഹിക്കും. Are you a saint of God? നിങ്ങൾ ദൈവത്തിന്റെ ഒരു വിശുദ്ധനാണോ? Carrying Jesus in your body through the Holy Spirit as his temple? ദൈവത്തിന്റെ മന്ദിരമെന്ന നിലയിൽ പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്ന ഒരു വിശുദ്ധനാണോ നിങ്ങൾ? Are you a saint of God who always listens to God and does the will of God in everything? എപ്പോഴും ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് സകലത്തിലും ദൈവഹിതം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വിശുദ്ധനാണോ നിങ്ങൾ? God will preserve you in the time of trouble അനർത്ഥങ്ങൾ നിറഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളെ പരിപാലിക്കും. and prosper you
in the midst of the greatest droughts, കൊടിയ വരൾച്ചയുടെ മധ്യത്തിലും ദൈവം നിങ്ങളെ സമൃദ്ധീകരിക്കും. God will do justice. ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി ചെയ്യും. Today the justice of God is coming to you in the name of Jesus. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നീതി നിങ്ങളെ തേടി വരുന്നു. Look at Jonah. യോനയെ നോക്കുവിൻ. God did justice to him. ദൈവം അവനു വേണ്ടി നീതി ചെയ്തു. Even though he disobeyed God, അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചുവെങ്കിലും God was sending him to each place to preach his word unto repentance, city after city. ദൈവം തന്റെ വചനം പ്രസംഗിച്ച് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനെ യോനയെ ഓരോരോ നഗരങ്ങളിലേക്ക് പറഞ്ഞയച്ചു. But when the Lord gave him a word of destruction for the sins of the people of Nineveh, എന്നാൽ നിനിവേയിലെ ജനങ്ങളുടെ പാപം നിമിത്തം ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം ദൈവം അവന് he നൽകിയപ്പോൾ said, God will say he is going to destroy these people, but if they repent, he will change his mind and my message will become അവൻ false. സ്വയം പറഞ്ഞു, ദൈവം ആ പട്ടണം നശിപ്പിക്കുവാൻ പോകുകയാണെന്ന് പറയുന്നു. എന്നാൽ അവർ മാനസാന്തരപ്പെട്ടാൽ ദൈവം തന്റെ മനസ്സ് മാറ്റും. അപ്പോൾ എന്റെ സന്ദേശം തെറ്റായിത്തീരും. So I'm not going to fulfill the will of God. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ പോകുന്നില്ല. He ran away to another place in a ship, അവൻ കപ്പലിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. but the storm came എന്നാൽ കൊടുങ്കാറ്റുണ്ടായി. and the people in the ship were made to throw him into the waters. ഒടുവിൽ കപ്പലിൽ ഉള്ളവർ തന്നെ അവനെ കടലിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. God did justice. ദൈവം ന്യായം ചെയ്തു. In the midst of his disobedience, അവൻ അനുസരണക്കേട് കാണിച്ചുവെങ്കിലും he sent a fish to save him. ദൈവം അവനെ രക്ഷിക്കുവാൻ ഒരു മത്സ്യത്തെ പറഞ്ഞയച്ചു. And the fish went and vomited him on the shores of Nineveh where God wanted him to be. ആ മത്സ്യം അവനെ വിഴുങ്ങി പിന്നീട് നിനിവേയുടെ കരയിൽ അവനെ ഛർദ്ദിച്ചു. ദൈവം അവിടേക്ക് പോകുവാനാണ് അവനോട് കൽപ്പിച്ചിരുന്നത്. At that time, ആ സമയത്ത് Jonah repented യോന അനുതപിച്ചു. and thanked God for saving his life. തന്റെ ജീവൻ രക്ഷിച്ചതിനെ ദൈവത്തോട് നന്ദി പറഞ്ഞു. He preached against Nineveh exactly as God ദൈവം said, കൽപ്പിച്ചതനുസരിച്ച് അവൻ നിനിവേ പട്ടണത്തിന് വിരോധമായി പ്രസംഗിച്ചു. asking them to repent from their sins or else be destroyed. പാപങ്ങളോർത്ത് അനുതപിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ദൈവം പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. And they all heard his word and repented. അവർ എല്ലാവരും അവന്റെ വാക്കുകൾ കേട്ടു, അവർ അനുതപിച്ചു. And God relented. ദൈവം അവരോട് കരുണ കാണിച്ചു. He said, I will not destroy ദൈവം them. പറഞ്ഞു, ഞാൻ പട്ടണത്തെ നശിപ്പിക്കില്ല. He forgave them. ദൈവം അവരോട് ക്ഷമിച്ചു. Jonah was so angry. യോനയ്ക്ക് അത്യധികം കോപം വന്നു. He said, you have not fulfilled the word that you gave me by destroying them. അവൻ പറഞ്ഞു, അവരെ നശിപ്പിക്കാമെന്ന് അങ്ങ് എനിക്ക് വാക്ക് നൽകിയല്ലോ, എന്നാൽ അങ്ങ് ആ വാക്ക് നിറവേറ്റിയില്ല. God said, I am a God of compassion. ദൈവം പറഞ്ഞു, ഞാൻ മനസ്സലിവിന്റെ ദൈവമാണ്. You are only my നീ എന്റെ instrument. വെറുമൊരു ഉപകരണം മാത്രമാണ്. You have no power to destroy people. ജനങ്ങളെ നശിപ്പിക്കുവാനുള്ള അധികാരമൊന്നും നിനക്കില്ല. Be my saint to obey me in all things. നീ സകല കാര്യങ്ങളിലും എന്നെ അനുസരിക്കുന്ന എന്റെ വിശുദ്ധനായിരിക്കൂ. Even if you have to lose your honor, your personal honor, നിന്റെ വ്യക്തിപരമായ മാനവും മഹത്വവും നിനക്ക് നഷ്ടപ്പെട്ടാൽ പോലും because of my compassion, എന്റെ മനസ്സലിവ് നിമിത്തം you must obey me and fulfill my will first. നീ എന്നെ അനുസരിക്കണം. ആദ്യം എന്റെ ഹിതം നിറവേറ്റണം. You are not ministering for your honor, it is for my will to be perfected that you minister. നിനക്ക് മാനവും മഹത്വവും ലഭിക്കുന്നതിനല്ല, എന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നീ ദൈവ ശുശ്രൂഷ ചെയ്യേണ്ടത്. Today, are you such a ഇന്ന് saint? നിങ്ങൾ അതുപോലെയുള്ള ഒരു വിശുദ്ധനാണോ? Obeying God, fulfilling his will in the midst of the greatest tribulations. മഹാകഷ്ടങ്ങൾക്ക് നടുവിലും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന വിശുദ്ധനാണോ? Even ready to lose your honor for the sake of the will of God to be perfected. ദൈവത്തിന്റെ ഹിതം നിറവേറുന്നതിനു വേണ്ടി സ്വന്തം മാനവും മഹത്വവും ത്യജിക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവത്തിന്റെ വിശുദ്ധനാണോ നിങ്ങൾ? Secondly, രണ്ടാമതായി, God does justice for you by bringing forth your righteousness to fulfill his will or to honor you before the people. ദൈവം നിനക്ക് വേണ്ടി നീതി ചെയ്യുകയും തന്റെ ഇഷ്ടം നിറവേറ്റുകയും ജനങ്ങൾക്ക് മുൻപാകെ നിന്നെ മാനിക്കുകയും ചെയ്യും. Your righteousness will shine like the dawn. നിങ്ങളുടെ നീതി പ്രഭാതം പോലെ ശോഭിക്കും. It will go before you and bring you honor according to Isaiah 58:8. യെശയ്യാ 58:8 പ്രകാരം ആ നീതി നിങ്ങൾക്ക് മുൻപായി പോകും, നിങ്ങൾക്ക് മാനവും മഹത്വവും പകർന്നു നൽകും. In 1985, 1985 the Lord
had asked my father to build a university. ഒരു സർവകലാശാല പണിതുയർത്തുവാൻ ദൈവം എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. And when he announced it, അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ his kidneys failed. അദ്ദേഹത്തിന്റെ വൃക്കകൾ പ്രവർത്തനരഹിതമായി. A few preachers began to jeer him and ridicule him in their magazine. ഏതാനും ചില പ്രാസംഗകർ തങ്ങളുടെ മാസികയിൽ അദ്ദേഹത്തിനെതിരായി എഴുതുവാനും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുവാനും ആരംഭിച്ചു. They said, അവർ ഇപ്രകാരം പറഞ്ഞു, if God had asked him to build a university, why his kidneys ഒരു failed? സർവകലാശാല പണിതുയർത്തുവാൻ ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൃക്കകൾ Following പ്രവർത്തനരഹിതമായത്? that, my sister was killed in a cruel car accident. അതിനെ തുടർന്ന് ഒരു കാർ അപകടത്തിൽ അകപ്പെട്ട് എന്റെ സഹോദരി ദാരുണമായി കൊല്ലപ്പെട്ടു. They wrote and said, why should God do it if he says God spoke to him? ദൈവം എന്നോട് സംസാരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തതെന്ന് അവർ ചോദിച്ചു. Our hearts were broken. ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നു പോയിരുന്നു. My father and my mother's body was broken in the accident. ആ അപകടത്തിൽപ്പെട്ട് എന്റെ മാതാപിതാക്കളുടെ ശരീരത്തിൽ മുറിവുകളും ക്ഷതങ്ങളും ഉണ്ടായിരുന്നു. But yet on the 29th July 1986, എങ്കിലും 1986 ജൂലൈ 29 തീയതി we fell before God. ഞങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ സാഷ്ടാംഗം As വീണു. a family, we said, not my will, not our will, Lord, let thy will be done. കുടുംബമായി ഞങ്ങൾ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. Obeying you is everything, Lord. ഞങ്ങൾ സകല കാര്യങ്ങളിലും അങ്ങയെ അനുസരിക്കുന്നു. Even though our hearts are broken ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നുവെങ്കിലും and we have no reason why these sickness and the loss of angel happen in our lives. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏഞ്ചലിനെ നഷ്ടപ്പെട്ടത്, ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നതൊന്നും ഞങ്ങൾക്കറിയില്ല. We still trust you. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും അങ്ങിൽ ആശ്രയിക്കുന്നു. We say in the midst of this, we will still rise up and fulfill the will of God. ഈ ദുരിതങ്ങൾക്ക് മധ്യത്തിലും ഞങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റും. We'll build the university. ഞങ്ങൾ സർവകലാശാല പണിതുയർത്തും. The Holy Spirit rose up within us, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുള്ളിൽ ഉണർന്നെഴുന്നേറ്റു, strengthened us, ഞങ്ങളെ ശക്തീകരിച്ചു, healed our broken hearts. ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തി. We rose up and by the power of the Holy Spirit launched the Karunya University. ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാരുണ്യ സർവകലാശാല ആരംഭിച്ചു. Today it stands on 700 acres and is a university shining in the nation and in the world. ഇന്ന് 700 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സർവകലാശാലയാണ് കാരുണ്യ. അത് ഈ ദേശത്തിലും ലോകത്തിന്റെ മുൻപാകെയും ശോഭിക്കുന്നു. God brought forth the justice in our lives like the noonday sun so brightly. മധ്യാഹ്ന സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുന്നത് പോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്റെ നീതിയെ പ്രകാശിപ്പിച്ചു. And he showed everyone, saying, my children are righteous and I will stand with them and do justice and fulfill my എന്റെ will. മക്കൾ നീതിയുള്ളവരാണ്, ഞാൻ അവരോടൊപ്പം ഉറച്ചു നിന്ന് അവർക്ക് വേണ്ടി നീതി ചെയ്യും, എന്റെ ഹിതം ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇതെല്ലാം ലോകത്തിന് കാണിച്ചു. No man shall stand before you. ഒരു മനുഷ്യനും നിങ്ങൾക്ക് മുൻപാകെ നിൽക്കുവാൻ കഴിയില്ല. No criticism can overcome ഒരു you. വിമർശനത്തിനും നിങ്ങളെ കീഴടക്കുവാൻ സാധിക്കില്ല. No weapon formed against you shall prosper. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഒരിക്കലും ഫലിക്കയില്ല. The Lord will make your righteousness to shine and go before you with honor as the light of the day. ദൈവം പകൽ വെളിച്ചം പോലെ നിങ്ങളുടെ നീതിയെ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് മുൻപാകെ പോകുമാറാക്കുകയും ചെയ്യും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Rise up and do the will of God and fulfill the righteousness of God. നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന്റെ ഹിതം ചെയ്യുവിൻ, ദൈവത്തിന്റെ നീതി നിറവേറ്റുവിൻ. Jesus said, I have to go to the cross യേശു പറഞ്ഞു, ഞാൻ ക്രൂശുമരണം വരിക്കേണ്ടതുണ്ട് to fulfill the righteousness of God, ദൈവത്തിന്റെ നീതി നിറവേറ്റുന്നതിനെ, to bring forth righteousness into the lives of every person in the world. ഈ ലോകത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ നീതി ചെയ്യുന്നതിനെ. And he obeyed God. യേശു ദൈവത്തെ അനുസരിച്ചു. Did God allow him to ദൈവം die? യേശുവിനെ മരിക്കുവാൻ അനുവദിച്ചുവോ? Yes, he died ഉവ്വ്, യേശു മരിച്ചു. to taste death for everybody. നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണത്തെ രുചിച്ചറിയുന്നതിന് വേണ്ടി.
But on the third day his righteousness went before him. എന്നാൽ മൂന്നാം ദിവസം യേശുവിന്റെ നീതി യേശുവിന്റെ മുൻപാകെ പോയി. God's justice came. ദൈവത്തിന്റെ നീതി ഇറങ്ങി വന്നു. And the Holy Spirit rose Jesus from the dead. പരിശുദ്ധാത്മാവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. Today he is alive as the King of Kings. ഇന്ന് രാജാതി രാജാവായി യേശു ജീവിച്ചിരിക്കുന്നു. And every knee bows before the Lord. സകല മുഴങ്കാലും കർത്താവിന് മുൻപാകെ മടങ്ങുന്നു. At the name of Jesus. യേശുവിന്റെ നാമത്തിങ്കൽ God is giving you such a name because of your righteousness. നിങ്ങളുടെ നീതി നിമിത്തം അതുപോലെയുള്ള ഒരു നാമമാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. God will do justice to honor your name before everybody and to build you into his edifice. ദൈവം നീതി നടപ്പാക്കി നിന്റെ നാമത്തെ എല്ലാവർക്കും മുൻപാകെ മാനിക്കുകയും നിന്നെ തന്റെ ആലയമാക്കി നിർമ്മിക്കുകയും And ചെയ്യും. the Lord told our family, കർത്താവ് ഞങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞു, the more the people ridicule you or curse you because of jealousy, the more I will bless you, bless you, bless you more. അസൂയ നിമിത്തം ജനങ്ങൾ നിങ്ങളെ കൂടുതൽ പരിഹസിക്കും തോറും ശപിക്കും തോറും ഞാൻ നിങ്ങളെ കൂടുതലായി 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 അനുഗ്രഹിക്കും. That's why today we don't answer anybody when they speak wrong things with ignorance. അതുകൊണ്ടാണ് ഇന്ന് അജ്ഞത നിമിത്തം ആരെങ്കിലും ഞങ്ങൾക്കെതിരായി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ഉത്തരം നൽകാറില്ല. We just go on doing the will of ഞങ്ങൾ God. ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. God blesses it and blesses millions of people through Jesus calls Karunya and Sisha. ദൈവം അതിനെ അനുഗ്രഹിക്കുന്നു. യേശു വിളിക്കുന്നു കാരുണ്യ ശീർഷ മുഖാന്തരം ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പകരുന്നു. God will do it for you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത് ചെയ്യും. Your righteousness in obeying God at all costs will go before you. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവത്തെ അനുസരിക്കുന്ന നിങ്ങളുടെ നീതി നിങ്ങൾക്ക് മുൻപാകെ പോകും. And God will protect you because of that. അക്കാരണത്താൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. Justice will be done. ദൈവം നീതി നടപ്പാക്കും. Great and mighty things shall നിങ്ങളുടെ happen. ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കും. No weapon formed against you shall then prosper. പിന്നീട് നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. Thirdly, മൂന്നാമതായി God does justice by giving his prophetic revelation to those who fast and pray at his feet. ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രവാചക വെളിപ്പാടുകൾ നൽകി ദൈവം അവർക്കായി നീതി ചെയ്യുന്നു. In Luke 2:37-38, ലൂക്കോസ് 2:37-38 വാക്യങ്ങളിൽ the Bible talks about Anna. വേദപുസ്തകം ഹന്നയെക്കുറിച്ച് പറയുന്നു. She was a widow who was 84 years അവർ old. 84 വയസ്സ് പ്രായമുള്ള വിധവയായിരുന്നു. Never left the temple of അവർ God. ഒരിക്കലും ദൈവാലയം വിട്ടു പിരിയാതെ ജീവിച്ചു. Worshipped God night and day. അവർ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു. Maybe night and day, 24 hours she was saying, God, you're a good God. ഒരുപക്ഷെ 24 മണിക്കൂറും അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ അങ്ങ് നല്ല ദൈവമാകുന്നു. Jesus, you're my savior. യേശുവേ അങ്ങന്റെ രക്ഷകനാകുന്നു. Jesus, you are my healer. യേശുവേ അങ്ങന്റെ സൗഖ്യദായകനാകുന്നു. Holy Spirit, you will never leave me, you will never forsake me. പരിശുദ്ധാത്മാവേ അങ്ങെന്നെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. I honor you. ഞാൻ അങ്ങയെ മാനിക്കുന്നു. I worship you. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. I give my body wholly acceptable to you as a living sacrifice. ഞാൻ എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. That is worship. ആരാധന എന്ന് പറഞ്ഞാൽ അതാണ്. Wherever you go, നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും, whether you are driving the car, നിങ്ങൾ കാർ ഓടിക്കുകയാണെങ്കിലും, going in the cycle, സൈക്കിളിൽ പോകുകയാണെങ്കിലും, even while working, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, your mind will always be worshiping God for who he is to you as God, as Father, as helper. ദൈവം നിനക്ക് നിന്റെ പിതാവും സഹായിയും ആണെന്ന് നീ അറിയുമ്പോൾ നിന്റെ ഹൃദയം അവനെ നിരന്തരം ആരാധിക്കും. As you worship him as the Almighty God in your heart, in your mind always. സർവശക്തനായ ദൈവം എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോൾ, Even in the midst of all the travails, troubles, opposition, blocks,
as you say, Lord, you are greater than all of this. I praise you, and you worship him so. ജീവിതത്തിലെ ക്ലേശങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും കർത്താവെ, അങ്ങ് ഇവയേക്കാൾ എല്ലാം വലിയവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. God will open your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും. You will know the plan of God. ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് കഴിയും. And you will begin to prophesy. നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങും. Yes, she prophesied about God coming into this world in the form of a little baby. ദൈവം ഒരു ശിശുവിന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഹന്ന പ്രവചിച്ചപ്പോൾ, and she said, this child is God in flesh who will bring redemption to the world. അവർ പറഞ്ഞു, ഈ കുഞ്ഞ് ജഡത്തിൽ വെളിപ്പെട്ട ദൈവം ലോകത്തിന് വീണ്ടെടുപ്പ് നൽകും. And as she was prophesying, അവർ പ്രവചിച്ചപ്പോൾ it happened exactly. അത് അതുപോലെ തന്നെ സംഭവിച്ചു. The child Jesus was given in her hands in the temple. ദൈവാലയത്തിൽ വെച്ച് അവർ യേശു പൈതലിനെ തന്റെ കരങ്ങളിൽ വാരിയെടുത്തു. All things will work unto good for those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. who worship him night and day in the midst of all the troubles. സകല പ്രശ്നങ്ങൾക്കും ക്ലേശങ്ങൾക്കും മധ്യത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നവർ God will make you a prophet, a prophetess of God. ദൈവം നിങ്ങളെ ദൈവത്തിന്റെ ഒരു പ്രവാചകനും പ്രവാചകിയുമാക്കി മാറ്റും. As you wait for him 24 നിങ്ങൾ hours. 24 മണിക്കൂറും കർത്താവിനായി കാത്തിരിക്കുമ്പോൾ, Thank you, Jesus. യേശുവേ നന്ദി. May this grace come upon you right now in the name of യേശുവിന്റെ Jesus. നാമത്തിൽ ഈ കൃപ നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കട്ടെ. Worshipping the Lord even with fasting and prayer in your spirit always, in the midst of all the circumstances. സകല സാഹചര്യങ്ങളിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആത്മാവിൽ എപ്പോഴും നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവിൻ. God will do justice for you then by giving you the power to prophesy and to make you know his will. അപ്പോൾ പ്രവചിക്കുവാനുള്ള ശക്തി നൽകി അധികാരം നൽകി ദൈവം നിങ്ങൾക്ക് നീതി ചെയ്യും. And fourthly, what is the justice God does? നാലാമതായി ദൈവം ചെയ്യുന്ന നീതി എന്താണ്? When we live righteously, God does justice for us. നമ്മൾ നീതിയോടെ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നീതി ചെയ്യുന്നു. Proverbs 21:3. സദൃശവാക്യം 21:3. When we live righteously and do justice, it is acceptable to God more than the sacrifice, more than your ritual of worship. നമ്മൾ നീതിയോടെ ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ നീതി ചെയ്യുമ്പോൾ, അത് ഹനനയാഗത്തേക്കാൾ നിങ്ങളുടെ ആചാരപ്രകാരമുള്ള ആരാധനയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്, ദൈവത്തിന് സ്വീകാര്യമാണ്. Yes, many times we say, let me go and worship, do the rituals. അതെ, പലപ്പോഴും നമ്മൾ പറയുന്നു, ഞാൻ പോയി ദൈവത്തെ ആരാധിക്കട്ടെ, ആചാര അനുഷ്ഠാനങ്ങൾ നിവർത്തിക്കട്ടെ. But we may not have any righteousness in our deeds, in our words, in our living. എന്നാൽ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു നീതിയും ഉണ്ടായിരിക്കുകയില്ല. God will not show his justice to us if we are like that. നമ്മൾ അതുപോലെ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മോട് നീതിയോടെ ഇടപെടുകയില്ല. Injustice will come to us. നമുക്ക് അന്യായം നേരിടും. Yes, you may work hard, but there will be injustice meted out to you. ഒരുപക്ഷെ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിരിക്കാം, എന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് അന്യായം നേരിടും. If you don't live righteously. നിങ്ങൾ നീതിയോടെ ജീവിച്ചില്ലെങ്കിൽ. Isaiah 1:17. യെശയ്യാവ് 1:17. Learn to do good. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. Seek justice. ന്യായം അന്വേഷിപ്പിൻ. Correct oppression. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. Bring justice to the fatherless people. അനാഥനെ ന്യായം നടത്തിക്കൊടുപ്പിൻ. Plead the widow's cause. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. Then God will do justice for you. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നീതി ചെയ്യും. Let your light shine before men, that they may honor the Father in heaven through your righteous മനുഷ്യർ deeds. നിങ്ങളുടെ നീതി പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. In James 5, യാക്കോബ് 5:4 the Bible says, സത്യവേദപുസ്തകം പറയുന്നു, if you do not pay the right wages for the hard-working laborers who mowed
your fields. നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിന്ന് വിളവ് ശേഖരിക്കുന്നതിനെ കഠിനമായി അധ്വാനിച്ച വേലക്കാർക്ക് നിങ്ങൾ ശരിയായ കൂലി നൽകിയില്ലെങ്കിൽ, If you have kept back their wages, നിങ്ങൾ അവരുടെ കൂലി പിടിച്ചു വെക്കുകയാണെങ്കിൽ, if you have done നിങ്ങൾ fraud, അവരെ വഞ്ചിക്കുകയാണെങ്കിൽ, if you have collected bribes, നിങ്ങൾ കൈക്കൂലി വാങ്ങുകയാണെങ്കിൽ, even to pay their salaries, pay what is due to the other people. അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നൽകുന്നതിന് വേണ്ടി As they cry out to God, അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ their cry will reach the ears of God. അവരുടെ നിലവിളി ദൈവത്തിന്റെ കർണപുടങ്ങളിൽ എത്തിച്ചേരും. God will not keep quiet. ദൈവം നിശബ്ദനായിരിക്കില്ല. He will make injustice to happen in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അന്യായം സംഭവിപ്പിക്കും. He will allow injustice to നിങ്ങളുടെ ജീവിതത്തിൽ അന്യായം ഉണ്ടാകും. ദൈവം അത് അനുവദിക്കും. He will never listen to your ദൈവം tears. ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീർ കാണുകയില്ല. Never listen to your cry. നിങ്ങളുടെ നിലവിളി കേൾക്കുകയില്ല. Never listen to your prayers. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. Never accept your religious rituals of worship. ഒരിക്കലും നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളും ആരാധനയും സ്വീകരിക്കില്ല. Even if you raise your hands and pray long prayers, the Lord says in Isaiah 1:15, He will not listen to you. നിങ്ങൾ എത്ര തന്നെ കൈമലർത്തി പ്രാർത്ഥിച്ചാലും ദീർഘനേരം പ്രാർത്ഥിച്ചാലും യെശയ്യാവ് 1:15 പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. Because your hands are filled with കാരണം blood. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. There is no mercy for a murderer. ഒരു കുലപാതകനെ കരുണയില്ല. God's injustice will come. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നീതി ചെയ്യില്ല. Today, ഇന്ന് we see people bargaining for 5 rupees with the poor people who sell products on the street. തെരുവുകളിൽ ഓരോരോ സാധനങ്ങൾ വിൽക്കുന്നവരോട് 5 രൂപയ്ക്ക് വേണ്ടി വിലപേശുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. They do not give what is due to others. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് അവർ നൽകുന്നില്ല. They criticize others. അവർ മറ്റുള്ളവരെ വിമർശിക്കുന്നു. People who worked so hard, ദൈവത്തിനു വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരെ, who sacrificed themselves to bring God's blessings on others, are being criticized by people. ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതിനു വേണ്ടി തന്നെത്താൻ ത്യജിക്കുന്നവർ പലപ്പോഴും ജനങ്ങളാൽ വിമർശിക്കപ്പെടും. God's injustice will come to them. അങ്ങനെ വിമർശിക്കുന്നവർ അന്യായം നേരിടേണ്ടി വരും. ദൈവം അവർക്ക് നീതി But ചെയ്യുകയില്ല. when you do righteous things, to care for others, to give what is due to others, when you honor others, God's justice will come to എന്നാൽ you. മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനെ, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നൽകുന്നതിനെ നിങ്ങൾ നീതിനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നീതി നിങ്ങളെ തേടി From വരും. generation to generation, God's protection will come to you, and His justice shall lift you up. തലമുറ തലമുറയായി നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകും. ദൈവത്തിന്റെ നീതി നിങ്ങളെ ഉയർത്തും. Money will flow into your bosom. പണം നിങ്ങളുടെ മടിയിലേക്ക് ഒഴുകി വരും. Honor will flow into your heart, into your life, into your name. മാനവും മഹത്വവും നിങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഒഴുകി വരും. പേരിന് And മഹത്വമുണ്ടാകും. everyone's favor will come to you. എല്ലാവരുടെയും പ്രീതി നിങ്ങൾക്ക് ലഭിക്കും. God's favor will be with you. ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. You will not fail. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. You will not be moved or shaken. നിങ്ങൾ ഒരിക്കലും ഇളകിപ്പോകയില്ല, ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല. You will be like a tree planted by the waters, നിങ്ങൾ വെള്ളത്തിനരികെ നടപ്പെട്ട വൃക്ഷം പോലെ ഇരിക്കും. always green, നിങ്ങൾ എപ്പോഴും പച്ചയായിരിക്കും. and no drought or heat can ever destroy you. ഒരു വളർച്ചയും ഒരു ഉഷ്ണവും ഒരിക്കലും നിങ്ങളെ നശിപ്പിച്ചു കളകയില്ല. You'll be bearing fruits. നിങ്ങൾ ഫലം കായ്ക്കും. Enjoy the fruits. നിങ്ങൾ ഫലം ആസ്വദിക്കും. Do justice നീതി ചെയ്യുവിൻ. for everybody. എല്ലാവർക്കും Live righteously. നീതിയോടെ ജീവിക്കുവിൻ. God will do justice for you. ദൈവം നിങ്ങൾക്കും നീതി ചെയ്യും. And finally, അവസാനമായി 1 John 4 and verse 20. 1 യോഹന്നാൻ 4:20, If you say, I love God, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും and hate your brother, സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ you are a liar. നിങ്ങൾ കള്ളം പറയുകയാണ്. If you cannot love your brother whom you see, how can you love the one whom you do not see? How can you love God? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും?
When a person became a prime minister of a nation, ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തീർന്നപ്പോൾ he invited me to his prime minister's house. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എന്നെ ക്ഷണിച്ചു. And I spoke to him and said, these are the things God says will happen during your prime ministership. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കുന്ന നാളുകളിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് ദൈവം These are പറഞ്ഞു. the things which will happen in the nation. ഈ രാജ്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. And then he asked me, പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, said, everything is new. എല്ലാം പുതുതായിരിക്കുന്നു. First time I am becoming the prime minister of a nation. ആദ്യമായിട്ടാണ് ഞാൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. Give me some guidance. എനിക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകൂ. I said, sir, ഞാൻ പറഞ്ഞു, സർ, you are not just a prime minister to enjoy power. അധികാരം ആസ്വദിക്കുന്നതിന് വേണ്ടിയല്ല താങ്കൾ ഒരു പ്രധാനമന്ത്രിയായി തീർന്നിരിക്കുന്നത്. God has made you prime minister to be a father to every person in this ഈ nation. രാജ്യത്തെ ഓരോ വ്യക്തിക്കും ഒരു പിതാവായിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം താങ്കളെ പ്രധാനമന്ത്രിയാക്കിയത്. You cannot have favorites amongst the people and love only one section of the people. താങ്കൾ ആരോടും പക്ഷപാതം കാണിക്കരുത്. ഒരു വിഭാഗം ജനങ്ങളെ മാത്രം സ്നേഹിക്കരുത്. You cannot say, I'm going to serve only this section of the people. ഞാൻ ഈ വിഭാഗം ജനങ്ങളെ മാത്രം സേവിക്കുവാൻ പോകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ സാധിക്കില്ല. You cannot say, I will only allow this section of the people to thrive. ഈ ജനവിഭാഗം മാത്രം അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞാൻ അനുവദിക്കും എന്നിങ്ങനെ താങ്കൾക്ക് പറയുവാൻ You സാധിക്കില്ല. cannot identify yourself by religion or by caste or by language with one group alone. നിങ്ങൾക്കൊരിക്കലും ജാതി, മതം, ഭാഷ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ ഒരിക്കലും തിരിച്ചറിയപ്പെടുവാൻ സാധിക്കില്ല. You have to love everybody as your children. താങ്കൾ താങ്കളുടെ മക്കളെന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കണം. Care for everybody. താങ്കൾ എല്ലാവരെയും പരിപാലിക്കണം. When you love every person as your own child, as your own brother and sister, that means you are loving God. താങ്കൾ സ്വന്തം പൈതലിനെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ അതിന്റെ അർത്ഥം താങ്കൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതാണ്. And God will love you. ദൈവം താങ്കളെ സ്നേഹിക്കും. He will run the country. ദൈവം രാജ്യത്തെ മുന്നോട്ട് നയിക്കും. Whatever you do will prosper. താങ്കൾ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കും. Today, that is the message that comes to each one of us. എന്ന് ആ സന്ദേശമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. In your family, you have to love everybody. കുടുംബത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം. In your working place, you have to love and care and carry everybody. നിങ്ങൾ ജോലിസ്ഥലത്ത് എല്ലാവരെയും സ്നേഹിക്കണം, പരിപാലിക്കണം, വഹിച്ച് വഴി നടത്തണം. In your church, you have to love and care for everybody. നിങ്ങൾ സഭയിൽ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും പരിപാലിക്കണം. In society, you have to love and care for everybody. സമൂഹത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും പരിപാലിക്കണം. Then God will love you. അപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കും. Then it will show that you love God. ഇത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കും. God will do justice for you. ദൈവം നിങ്ങൾക്ക് നീതി ചെയ്യും. Your chair will be strong always. അപ്പോൾ നിങ്ങളുടെ അധികാര കസാര And you ശക്തമായിരിക്കും. will reign forever in the name of the Lord. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്നേക്കും വാഴും. Whatever you pray for, God will answer. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം ഉത്തരം നൽകും. Whatever you do, God will prosper it. നിങ്ങൾ ചെയ്യുന്ന സകലതിനെയും ദൈവം അഭിവൃദ്ധിപ്പെടുത്തും. And you will be a blessing to thousands of people. നിങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. Everybody will love you. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും. May God give you this grace. ദൈവം നിങ്ങൾക്ക് ഈ കൃപ നൽകട്ടെ. Be righteous. നിങ്ങൾ നീതിയുള്ളവരായിരിക്കും. Live righteously. നീതിയോടെ ജീവിക്കുവിൻ. Love everyone righteously. നീതിയോടെ എല്ലാവരെയും സ്നേഹിക്കുവിൻ. God will do justice for you. ദൈവം നിങ്ങൾക്ക് നീതി ചെയ്യും. God's justice will prevail. ദൈവത്തിന്റെ നീതി നടപ്പിലാകും. And you will be like Jesus on earth. നിങ്ങൾ ഭൂമിയിൽ യേശുവിനെ പോലെ ആയിത്തീരും. Together shall we pray for this grace. ഒത്തൊരുമിച്ച് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Ask God to bless us നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് യാചിക്കാം. with this supernatural grace of righteousness so that God's justice will come to us. നീതി എന്ന ഈ പ്രകൃത്യാതീതമായ കൃപയാൽ നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നീതി നമ്മെ തേടി വരും. Thank you, Lord. കർത്താവേ, നന്ദി. We bow before you, Lord. ഞങ്ങൾ അങ്ങേക്ക് മുൻപാകെ വണങ്ങുന്നു. Thank you, Lord, for saving my soul. Thank you, Lord, for making me whole.
salvation so full and free. Loving Heavenly Father, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, we love you, Lord. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We love you, Lord. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We need you, Lord. ഞങ്ങൾക്ക് അങ്ങയെ വേണം. You're a God of justice. അങ്ങ് ന്യായത്തിന്റെ ദൈവമല്ലോ. How, Lord Jesus, you humbled yourself and offered yourself as a sacrifice. യേശുവേ, അങ്ങ് അങ്ങയെ തന്നെ താഴ്ത്തി ഒരു യാഗബലിയായി സ്വയം അർപ്പിച്ചു. Lived righteously. നീതിയോടെ ഈ ലോകത്തിൽ ജീവിച്ചു. Shed your righteous blood for our sins to be washed away. ഞങ്ങളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നതിനു വേണ്ടി അങ്ങയുടെ രക്തം ചൊരിഞ്ഞു. You offered yourself as a sacrifice for our redemption. ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങ് അങ്ങയെ തന്നെ ഒരു യാഗബലിയായി അർപ്പിച്ചു. Lord, you brought forth righteousness through your life. കർത്താവേ, അങ്ങയുടെ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നീതി നൽകി. Give us the same grace. അതേ കൃപ ഞങ്ങൾക്കും നൽകണം. Help us to live in the same way. അങ്ങ് കാണിച്ചു തന്ന അതേ വഴിയിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Lord, as you received justice and had the power to rise up on the third, കർത്താവേ, അങ്ങ് നീതി പ്രാപിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി പ്രാപിച്ചതുപോലെ give us the grace to have your justice to rise up from all our അങ്ങയുടെ നീതി situations. സ്വന്തമാക്കുവാൻ സകല സാഹചര്യങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണം. Rise up above the wicked people. ദുഷ്ടന്മാരായ മനുഷ്യർക്ക് മേലെ ഉയരുവാൻ, Rise up above the acts of the wicked devil. ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികൾക്ക് മേലെ ഉയരുവാൻ, Rise up with prosperity and joy in this world. ഈ ലോകത്തിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ, Rise up with righteousness in everything we do. ഞങ്ങൾ ചെയ്യുന്ന സകലതിലും നീതി പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ. Let the grace to live righteously come upon us right now in Jesus' name. ഇപ്പോൾ നീതിയോടെ ജീവിക്കുവാനുള്ള കൃപ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ വരട്ടെ. Let no weapon formed against each one of thy children ever prosper. അങ്ങയുടെ മക്കൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഒരിക്കലും ഫലിക്കരുത്. Release them now. ഇപ്പോൾ അങ്ങ് അവരെ വിടുവിക്കണം. Whatever is shaking them, let it leave. Let them be strongly established in life. അവർ കുലുങ്ങി പോകുന്നതിന് ഇടയാകുന്ന സകലതും അവരെ വിട്ടു പോകട്ടെ. അവരെ ശക്തീകരിച്ച് ഉറപ്പിക്കണമേ. And let their studies prosper. അവരുടെ പഠനം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. Health prosper. അവരുടെ ആരോഗ്യം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. Let them have financial blessings in everything and prosper in Jesus' അവർ name. ചെയ്യുന്ന സകലതിലും സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. Let their family life prosper. അവരുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. Let their name prosper. അവരുടെ പേരിനും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. And let them bring forth Jesus. അവരുടെ ജീവിതം ലോകത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കട്ടെ. Do justice through them and for them, Lord. കർത്താവേ, അങ്ങ് അവർക്ക് നീതി ചെയ്യണമേ. അവർ മുഖാന്തരവും നീതി ചെയ്യണമേ. Bless thy children. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ, Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God's justice follow you. ദൈവത്തിന്റെ നീതി നിങ്ങളെ പിന്തുടർന്ന് വരട്ടെ.